ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ 15-16 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. SCERT പാഠഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ PSC എക്സാമുകളിലും. അപ്പോൾ ഈ ഒരു പാഠഭാഗങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചു തീർക്കുവാൻ വേണ്ടി ടാലന്റിന്റെ അറിവിടം SCERT ബുക്കുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. 2 പാർട്ടായിട്ടാണ് നിങ്ങൾക്ക് ഈ ബുക്കുകൾ ലഭ്യമാകുന്നത്. 2 പാർട്ടിലും 2 ബുക്ക് വീതമാണ് ഉള്ളത്. സയൻസും അതേപോലെ സോഷ്യൽ സയൻസുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ സ്കൂൾ ടെസ്റ്റ് ഉൾപ്പെടെ ടീച്ചേഴ്സ് ടെസ്റ്റും അതേപോലെ ലേണിംഗ് റൂമും ക്വസ്റ്റ്യൻ ബാങ്കും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ. ഉടൻ തന്നെ വരുന്ന ബെബ്കോ LDC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ടുകളും അതേപോലെ എക്സാമുകളും PYQസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തു തരുന്നത്. അതേപോലെ മോഡൽ എക്സാം, റാങ്ക് ഫെയിൽ എക്സാം, മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ്. കറണ്ട് അഫയേഴ്സിന്റെ വീക്ക്ലി എക്സാമുകളും മന്ത്ലി എക്സാമുകളും ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഉടൻ തന്നെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. PSC എക്സാമുകളിലെ ആനുകാലികത്തിലെ 10 മാർക്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുവാൻ ടാലന്റിന്റെ കറണ്ട് അഫയേഴ്സ് ബുക്കുകൾ ഇപ്പോൾ ഒരുങ്ങി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ബുക്കുകൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ ബുക്കുകൾ സ്വന്തമാക്കുക. ടാലന്റിന്റെ ബുക്കുകൾ സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ടിലും ഈ ബുക്കുകളെല്ലാം അവൈലബിൾ ആണ്. നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയും ടാലന്റിന്റെ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. 2025 ഡിസംബറിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, രാജ്കുമാർ ഗോയൽ ആണ്. ആരാണ്? രാജ്കുമാർ ഗോയൽ ആണ് ഈ ഒരു പൊസിഷനിലേക്ക് നിയമിതനായിട്ടുള്ളത്. അപ്പോൾ കുറെ നാളുകളായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? അത് ഹീരാലാൽ സാമരിയയാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു പൊസിഷനിൽ നിന്ന് മാറുകയാണ്. പുതിയതായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന ആരെയാണ്? രാജ്കുമാർ ഗോയലിനെയാണ്. ആരാണ്? രാജ്കുമാർ ഗോയലിനെയാണ്. അപ്പോൾ നമ്മൾ ഈ പഠിച്ചു വെച്ചിരിക്കുന്നതിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവരും നല്ലതുപോലെ അപ്ഡേറ്റ് ചെയ്ത് പോകുക. ഇനിയുള്ള പരീക്ഷകൾക്കൊക്കെ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ നിരവധി തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരെന്നുള്ള കാര്യം കുറേ വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പഠിക്കുക. എന്താണ്? രാജ്കുമാർ ഗോയൽ ആണ്. പുതിയ അപ്പോയിന്റ്മെന്റ് വന്നിരിക്കുകയാണ്. ഇനി ഇതിൽ ഈ ഒരു അപ്പോയിന്റ്മെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു കമ്മീഷനിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റ് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരു മലയാളി ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് ഒരു മലയാളിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതാരാണെന്ന് ഓർത്തു വെക്കുക? PR രമേശ്. ആരാണെന്ന് ഓർത്തു വെക്കുക? PR രമേശ് ആണ്. അപ്പോൾ അദ്ദേഹം എന്താണ്? അദ്ദേഹം ഈ ഒരു ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് അപ്പോയിന്റ്മെന്റ് ആയിരിക്കുകയാണ്. ഇനി അദ്ദേഹം ഒരു മലയാളിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഒരു കേന്ദ്രത്തിലെ ഇൻഫർമേഷൻ, അതായത് വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനാവുന്ന ആദ്യ മലയാളിയാണ് അദ്ദേഹം. ആരാണെന്ന് ഓർത്ത് വെക്കുക? PR രമേശ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് നിയമിതനാവുന്ന ആദ്യ മലയാളിയാണ് അദ്ദേഹം. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? രാജ്കുമാർ ഗോയൽ കേന്ദ്രത്തിന്റെ നമ്മുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞു. ഇനി ഈ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ തെരഞ്ഞെടുത്തത് എന്താണ്? നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അതേപോലെ ക്യാബിനറ്റ് മന്ത്രിയും ചേർന്നിട്ടുള്ള ഒരു ഈ ഒരു സമിതിയാണ്. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടത് ആരൊക്കെയാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. അതേപോലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉണ്ട്. ഇനി ക്യാബിനറ്റ് മന്ത്രിയായിട്ട് വന്നത് എന്താണ്? അമിത്ഷായാണ്. അപ്പോൾ ഇവർ 3 പേരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, 2025 ഡിസംബറിലാണ് അപ്പോയിന്റ്മെന്റ് നടന്നത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ഓർത്തു വെക്കുക? രാജ്കുമാർ ഗോയലാണ്. അടുത്തത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. അടുത്തിടെ ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയിലെ റെസിഡന്റ് കോർഡിനേറ്റർ ആയിട്ട് നിയമിതനായത് ആരെന്നാണ്. ഓർത്തു വെക്കാം, സ്റ്റെഫാൻ ആണ്. ആരാണ്? സ്റ്റെഫാൻ പ്രീസ്നർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. എന്തിനാണെന്ന് ഓർത്തു വെക്കുക? നമുക്കറിയാം, നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന യുഎന്നിന്റെ ഇന്ത്യയിലെ റെസിഡന്റ് കോർഡിനേറ്റർ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത്. ആരാണ്? നമ്മൾ പറഞ്ഞു, സ്റ്റെഫാൻ ആണ്. അപ്പോൾ ഈ ഒരു അപ്പോയിന്റ്മെന്റ് നടന്നത് 2025 എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി UN ഐക്യരാഷ്ട്ര സംഘടന എന്നാണ് നിലവിൽ വന്നതെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1945 അല്ലേ നമ്മുടെ UN, അതായത് ഐക്യരാഷ്ട്ര സംഘടന എന്നാണ് നിലവിൽ വന്നത്. ഇനി ആസ്ഥാനം എവിടെയാണെന്ന് ഓർത്തു വെക്കുക? ന്യൂയോർക്ക് ആണ്. എന്താണ്? UNന്റെ ആസ്ഥാനം എന്നാണ് നിലവിൽ വന്നത്? 1945 നിലവിൽ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച പോയിന്റ് എന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയിലെ റെസിഡന്റ് കോർഡിനേറ്റർ ആയിട്ട് നിയമിതരായിരിക്കുന്നത് ആരാണ്? അത് സ്റ്റെഫാൻ പ്രീസ്നർ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക.
ഇനി ഒരു മ്യൂസിയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മ്യൂസിയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. രാജ്യത്തെ ആദ്യത്തെ പവർ മ്യൂസിയമാണ്. എന്താണ്? നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ പവർ മ്യൂസിയമാണ്. എവിടെയാണ് നിലവിൽ വരുന്നത്? പാട്നയിലാണ്. ഓർത്തു വെക്കുക, പാട്നയിലാണ് നിലവിൽ വരാൻ പോകുന്നത്. പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു മ്യൂസിയം എന്നാണ് രൂപീകൃതമാവുന്നത്. അപ്പോൾ എവിടെയാണ് നിലവിൽ വരുന്നത്? പാട്നയിലാണ്. ബീഹാറിലെ പാട്നയിലാണ് ഇത്തരത്തിലൊരു മ്യൂസിയം വരുന്നത്. എന്താണ്? രാജ്യത്തെ ആദ്യത്തെ പവർ മ്യൂസിയം, അല്ലെങ്കിൽ എന്താണ്? ആദ്യത്തെ എനർജി മ്യൂസിയം എന്നൊക്കെ പറയാം. അപ്പോൾ എവിടെയാണ് നിലവിൽ വരുന്നത്? നമ്മൾ പറഞ്ഞു പാട്നയിലാണ് നിലവിൽ വരുന്നത്. പാട്നയിലെ കാർബിഗാഹിയ എന്നുള്ള താപവൈദ്യുത നിലയത്തിലാണ് ഇത് വികസിപ്പിക്കുന്നത്. എവിടെയാണെന്ന് ഓർത്തു വെക്കുക, കാർബിഗാഹിയ എന്നുള്ള താപവൈദ്യുത നിലയത്തിലാണ് ഈ ഒരു മ്യൂസിയം വികസിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ പവർ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ബീഹാറിലെ പാട്നയിലാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ഫുട്ബോൾ ഇതിഹാസം മെസ്സിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ്? ഓർത്തുവെക്കുക, കൊൽക്കത്തയിലാണ്. എവിടെയാണ്? ഇന്ത്യയിൽ കൊൽക്കത്തയിലാണ് അടുത്തിടെ എന്താണ് ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള എന്താണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് മെസ്സിയുടെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. അപ്പോൾ 2025 അദ്ദേഹം എന്താണ് ഇന്ത്യയിൽ പര്യടനം നടത്തും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു പര്യടനത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഗോട്ട് ഇന്ത്യ ടൂർ 2025 എന്നുള്ള പേരിലാണ് ഈ ഒരു പര്യടനം അറിയപ്പെടുന്നത്. അപ്പോൾ ആരുടെ പര്യടനമാണ് ഇത്തരത്തിൽ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാലും പറയണം മെസ്സിയുടെ പര്യടനമാണ്, ഇന്ത്യൻ പര്യടനമാണ് ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങൾ അദ്ദേഹം എന്താണ് ഈ ഒരു പര്യടനത്തിലൂടെ സന്ദർശിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഓർത്തു വെക്കുക, ഈ ഒരു അദ്ദേഹത്തിന്റെ പ്രതിമ അടുത്തിടെ ഇന്ത്യയിൽ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇനി നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാകും എന്താണ് മെസ്സിയും അതേപോലെ സച്ചിൻ ടെണ്ടുൽക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും ഈ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി അപ്ഡേറ്റുകളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇനി ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. ദേശീയ മഖാന ബോർഡിന്റെ ആദ്യ യോഗത്തിന്റെ വേദി എവിടെയെന്നാണ്? അപ്പോൾ ഓർത്തു വെക്കാം, ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത്. എവിടെയാണ്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ ഒരു നാഷണൽ മഖാന ബോർഡിന്റെ ആദ്യ യോഗം നടന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മഖാന ബോർഡിന്റെ രൂപീകരണത്തെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ഓർത്തു വെക്കുക, ബീഹാറാണ്. എന്താണ്? നാഷണൽ മഖാന ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ബീഹാർ ആണെന്ന് ഓർത്തു വെക്കുക. ഇനി 2025-26 വർഷത്തെ ബഡ്ജറ്റിൽ 2025-26 ബഡ്ജറ്റിലാണ്, യൂണിയൻ ബഡ്ജറ്റിലാണ് മഖാന ബോർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതും കൂടി ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി മഖാന എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. താമരയുടെ വിത്താണ്, കഴിക്കാൻ യോഗ്യമായിട്ടുള്ള ഒരു വിത്താണെന്നാണ് മഖാന എന്ന് പറയുന്നത്. ഇതിന്റെ വർധനവും അതേപോലെ അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ബോർഡ് രൂപീകരിച്ചത്. അപ്പോൾ ഈ ഒരു നാഷണൽ മഖാന ബോർഡിന്റെ ആദ്യ യോഗത്തിന്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. ഈ ഒരു ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ഓർത്ത് വെക്കുക, ബീഹാറിലാണ് ആസ്ഥാനം. ഇനി നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇന്ത്യയിൽ നിന്ന് രണ്ട് പ്രദേശങ്ങൾ കൂടി റാംസർ സൈറ്റിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2025 ഡിസംബറിലാണ് ഇവ ഉൾപ്പെട്ടത്. ഏതൊക്കെയാണ്? സിലീസർ തടാകം അതേപോലെ കൊപ്ര റിസർവോയർ എന്നിവയാണ്. സിലീസർ തടാകം അതേപോലെ കൊപ്ര റിസർവോയർ എന്നിവയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്ത്യയിൽ നിന്നുള്ള റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയായിരിക്കുകയാണ്? 96 ആയിരിക്കുകയാണ്. ഓർത്ത് വെക്കുക, 96 ആയിരിക്കുകയാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം നമുക്ക് 20-ാം തീയതി ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് പഠിച്ചിട്ട് പോവുക. റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയായിരിക്കുകയാണ്? 96 ആയിരിക്കുകയാണ്. പുതിയതായിട്ട് ഉൾപ്പെട്ടവ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക, സിലീസർ തടാകം അതേപോലെ കൊപ്ര റിസർവോയർ എന്നിവയാണ്. അടുത്തിടെ അതായത് 2025 ഡിസംബറിൽ ഇന്ത്യയിൽ നിന്ന് റാംസർ സൈറ്റിലേക്ക് ഉൾപ്പെട്ട പ്രദേശങ്ങൾ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി ഇവ ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യാം. രാജസ്ഥാനിലെ അൽവാർ എന്ന പ്രദേശത്ത് നിന്നുമാണ് സിലീസർ തടാകം ഉൾപ്പെട്ടിട്ടുള്ളത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക, രാജസ്ഥാനിലെ അൽവാർ എന്നുള്ള പ്രദേശത്താണ് സിലീസർ തടാകം ഉൾപ്പെട്ടിട്ടുള്ളത്. അൽവാർ എന്നാണ്. അപ്പോൾ സിലീസർ തടാകം ഏത് സംസ്ഥാനത്താണെന്ന് ഓർത്ത് വെക്കുക, രാജസ്ഥാനിലാണ്. ഇനി കൊപ്ര റിസർവോയർ അതേതാണ്? ഛത്തീസ്ഗഡിലാണ്. എവിടെയാണെന്ന് ഓർത്ത് വെക്കുക, ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ബിലാസ്പൂരിലാണ് കൊപ്ര റിസർവോയർ സ്ഥിതി ചെയ്യുന്നത്. ഏത് സ്റ്റേറ്റിലാണെന്ന് ഓർത്ത് വെക്കുക,
ഛത്തീസ്ഗഡിലാണ്. ഇനി നമ്മൾ നോക്കുന്നത് അരുണാചൽ പ്രദേശിൽ നിന്നും അടുത്തിടെ GI ടാഗ് ലഭിച്ച ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ ഇതിന്റെ പേര് ഓർത്ത് വെക്കുക, ധാവോ എന്നാണ്. എന്താണ് ധാവോ എന്നുള്ള ഒരു ഉൽപ്പന്നത്തിനാണ് GI ടാഗ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ PSC ചോദിച്ചെന്നിരിക്കാം, എന്താണ് അടുത്തിടെ GI ടാഗ് ലഭിച്ച ധാവോ എന്നുള്ള ഉൽപ്പന്നം ഏത് സംസ്ഥാനത്ത് നിന്നാണ് ചോദിച്ചാൽ ഉത്തരം എഴുതുക അരുണാചൽ പ്രദേശിൽ നിന്നുമാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിലെ ചില ഗോത്രവർഗ്ഗങ്ങൾ കൈകൊണ്ട് നിർമ്മിക്കുന്ന പരമ്പരാഗത രീതിയിൽ നിർമ്മിക്കുന്ന ഒരു കത്തിയാണെന്നാണ് ധാവോ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് അടുത്തിടെ ഇതിന് GI ടാഗ് ലഭിക്കുകയും ഉണ്ടായി. ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ഉൽപ്പന്നമാണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഉൽപ്പന്നമാണ് ധാവോ. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, G7 ബദലായി ട്രംപ് രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംഘടന ഏതെന്നാണ്. ഓർത്ത് വെക്കാം, കോർ 5 എന്നുള്ള ഒരു സംഘടന രൂപീകരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പോൾ US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ് എന്താണ് G7 കൺട്രികൾ ആ ഒരു സംഘടനയ്ക്ക് പകരമായിട്ട് കോർ എന്ന പേരിൽ എന്താണ് പുതിയൊരു സംഘടന രൂപീകരിക്കാനാണ് ഒരുങ്ങുന്നത്. അപ്പോൾ 5 രാജ്യങ്ങൾ ഉൾപ്പെടുത്തി, അതായത് US, റഷ്യ, ചൈന, ഇന്ത്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് എന്താണ് ഈ ഒരു കോർ 5 എന്നുള്ള ഈ ഒരു സംഘടന രൂപീകരിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നേതൃത്വം വഹിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക, ഏത് പ്രസിഡന്റ് ആണ്, ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്, US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ് ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണമായും ഡ്രൈവർ ഇല്ലാത്ത ട്രെയിൻ ശൃംഖല ഏതെന്നാണ്. ഓർത്ത് വെക്കുക, റിയാദ് മെട്രോയാണ്. എന്താണ് റിയാദ് മെട്രോയാണ്. എന്താണ് പ്രത്യേകത എന്ന് ഓർത്ത് വെക്കുക, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ്ലി എന്താണ് ഡ്രൈവർലെസ് ആയിട്ടുള്ള ട്രെയിൻ ശൃംഖലയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡും ലഭിച്ചിരിക്കുകയാണ്. ഏത് പേരിലാണെന്ന് ഓർത്ത് വെക്കുക, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണമായിട്ടും എന്താണ് ഡ്രൈവർലെസ് ആയിട്ടുള്ള ട്രെയിൻ ശൃംഖല എന്നുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് നേടിയിരിക്കുന്നത്. ഏത് മെട്രോയാണെന്ന് ഓർത്ത് വെക്കുക, റിയാദ് മെട്രോയാണ്. 176 കിലോമീറ്റർ ദൈർഘ്യമാണ് ഉള്ളത്. എന്താണ് 176 കിലോമീറ്റർ ദൈർഘ്യത്തിൽ എന്താണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണമായും ഡ്രൈവർ ഇല്ലാത്ത ട്രെയിൻ ശൃംഖലയായിട്ട് പ്രവർത്തിക്കുന്ന റിയാദ് മെട്രോയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, അടുത്തിടെ കുവൈറ്റ് സന്ദർശിച്ച ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് ഏതെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ICGS സാർത്ഥക് ആണ്. എന്താണ് ICGS സാർത്ഥക് ആണ് അടുത്തിടെ എന്താണ് കുവൈറ്റ് സന്ദർശിച്ചത്. അപ്പോൾ ഇതെന്താണ് ഒരു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒരു ഓഫ് ഷോർ പെട്രോൾ വെസലാണ് എന്താണ് ICGS സാർത്ഥക് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്തിടെ എവിടെയാണ് സന്ദർശനം നടത്തിയത്? കുവൈറ്റിലാണ് സന്ദർശനം നടത്തിയത്. ഇനി വരുന്ന LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ LGS റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ പുതിയ SCRT NCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി PYQസും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ റാങ്ക് ഫയലുകൾ പർച്ചേസ് ചെയ്യുക. അടുത്ത് തന്നെ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ ഡിഗ്രി ലെവൽ റാങ്ക് ഫയലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. 3 വോളിയങ്ങളായിട്ടാണ് ഈ റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. മാത്രമല്ല എക്സാമിന്റെ പ്രിലിംസിനും അതേപോലെ മെയിൻസിനും വേണ്ടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ റാങ്ക് ഫയലുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ SCRT NCRT പാഠഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ റാങ്ക് ഫയലുകൾ സ്വന്തമാക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് അപ്പോയിന്റ്മെന്റ് ആണ്. 2025 ഡിസംബറിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? രാജ്കുമാർ ഗോയൽ ആണ്. അതേപോലെ മലയാളിയായിട്ടുള്ള PR രമേശും എന്താണ് കമ്മീഷണറായിട്ട് വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയിലെ റെസിഡന്റ് കോർഡിനേറ്റർ ആയിട്ട് നിയമിതനായത് ആരെന്നാണ്. ഓർത്ത് വെക്കുക, സ്റ്റെഫാൻ പ്രീസ്നർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു, രാജ്യത്തെ ആദ്യത്തെ പവർ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ബീഹാറിലെ പാട്നയിലാണ് ഇത്തരത്തിലൊരു മ്യൂസിയം നിലവിൽ വരുന്നത്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു പവർ മ്യൂസിയം രൂപീകൃതമാവുന്നത്. ശേഷം നമ്മൾ നോക്കിയ പോയിന്റ്, അടുത്തിടെ ഫുട്ബോൾ ഇതിഹാസ മെസ്സിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ്. കൊൽക്കത്തയിലാണ് അദ്ദേഹത്തിന്റെ പ്രതിമ എന്താണ് അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. 2025 ഇന്ത്യയിൽ മെസ്സി എന്താണ് നടത്തിയ പര്യടനം അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് വെക്കുക, ഗോഡ് ഇന്ത്യ 2025 എന്ന പേരിലാണ് ആ ഒരു പര്യടനം അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ പോയിന്റ്, ദേശീയ മഖാന ബോർഡിന്റെ ആദ്യ യോഗത്തിന്റെ വേദി എവിടെയെന്നാണ്. ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത്. ഇനി മഖാന ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു, ബീഹാറാണ് ആസ്ഥാനമായി വരുന്നത്. 2025-26 യൂണിയൻ ബഡ്ജറ്റിലാണ് ദേശീയ മഖാന ബോർഡിന്റെ പ്രഖ്യാപനം ആദ്യം വന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് 2025 ഡിസംബറിൽ റാംസർ സൈറ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയെന്നാണ്. സിലിസർ തടാകവും അതേപോലെ കൊപ്ര റിസർവോയറുമാണ്. സിലിസർ തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ്
രാജസ്ഥാനിലാണ്, അതേപോലെ ഛത്തീസ്ഗഡിലാണ് കൊപ്ര റിസർവോയർ സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. അടുത്തിടെ GI ടാഗ് ലഭിച്ച അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഉൽപ്പന്നം ഏതെന്നാണ്. ഡാവോ എന്നുള്ള ഉൽപ്പന്നമാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിലെ ചില ഗോത്രവർഗ്ഗങ്ങൾ പരമ്പരാഗതമായിട്ട് കൈകൊണ്ടുണ്ടാക്കുന്ന ഒരു കത്തിയാണ് ഡാവോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് G7 ബദലായി ട്രംപ് രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംഘടന ഏതെന്നാണ്. കോർ 5 എന്നുള്ള സംഘടനയാണ് അദ്ദേഹം രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. US, അതേപോലെ ജപ്പാൻ, ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സംഘടന രൂപീകരിക്കാനായിട്ട് അദ്ദേഹം ഒരുങ്ങുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണമായും ഡ്രൈവർ ഇല്ലാത്ത ട്രെയിൻ ശൃംഖല ഏതെന്നാണ്. റിയാദ് മെട്രോയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് അടുത്തിടെ കുവൈറ്റ് സന്ദർശിച്ച ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് ഏതെന്നാണ്. ICGS സാർത്ഥക് ആണ് എന്നാണ് അടുത്തിടെ കുവൈറ്റ് സന്ദർശിച്ച ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പ്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഗർഭനിരോധന മരുന്നുകൾക്കും ഗർഭനിരോധന ഉൽപ്പന്നങ്ങൾക്കും മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ A ഓസ്ട്രേലിയ, ഓപ്ഷൻ B ഫ്രാൻസ്, ഓപ്ഷൻ C ചൈന, ഓപ്ഷൻ D റഷ്യ. അടുത്ത ചോദ്യം ഇതാണ്. സ്ക്വാഡ് ലോകകപ്പ് 2025 വേദി എവിടെയെന്നാണ്. ഓപ്ഷൻ A ജപ്പാൻ, ഓപ്ഷൻ B ഇന്ത്യ, ഓപ്ഷൻ C മലേഷ്യ, ഓപ്ഷൻ D ചൈന. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. താഴെ പറയുന്നവരിൽ 2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് നേടിയത് ആരെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ D ആണ്. സുപ്രിയ സാഹു ആണ് ഈ ഒരു അവാർഡ് നേടിയത്. ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഈ ഒരു അവാർഡ് ലഭിച്ച ബാക്കിയുള്ളവരെ കൂടി ഒന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. ഭൂമി സുധാർ സംവാദ് പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതെന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. ബീഹാറിലാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിനും അതേപോലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.